ഒരു കാര്യം ചോദിക്കട്ടെ? തെറ്റായിട്ട് ചോദിക്കുന്നു എന്നൊന്നും വിചാരിക്കണ്ട. തന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് റൈറ്റ്സ് ഇല്ല. ബട്ട് താനും സിഹി മാത്രമേ ഉള്ളൂ. തന്റെ ഹസ്ബൻഡിന് എന്ത് പറ്റി? ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്റെ ഫീലിംഗ് എന്തെന്ന് എനിക്ക് മനസ്സിലാവും. തന്നെ എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത് തെറ്റായിപ്പോയെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സോറി. സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജനങ്ങള് പല രീതിയിൽ ചോദിക്കുന്ന ചോദ്യ, അത് നീ നേരിട്ട് ചോദിച്ചതിൽ സന്തോഷമുണ്ട്. സിംഗിൾ പേരന്റ്, അതിന്റെ പിറകെ 1000 ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? നോ സോറി, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. എനിക്കറിയാം റാം, നീ വളരെ ജെന്യൂൻ ആയിട്ട് ചോദിച്ചതാവും. നിനക്കും ഒരു പാസ്റ്റ് ഉള്ളതല്ലേ, അതും എനിക്കറിയുന്ന കാര്യ. നമ്മുടെ ജീവിതത്തില് എത്ര സന്തോഷമുള്ള കാര്യങ്ങള് നടന്നാലും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ കണ്ണീര് മാത്രല്ലേ ബാക്കിയുണ്ടാവുക. സോ അതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ടല്ലോ അല്ലേ? ഞാൻ എന്റെ പാസ്റ്റിനെ കുറിച്ച് നിന്നോട് പറഞ്ഞില്ലെങ്കിലും നിനക്ക് ഇതേ സ്നേഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന എന്റെ വിശ്വാസം. എന്റെ വിശ്വാസം കറക്റ്റ് ആണല്ലോ അല്ലേ? എന്തെങ്കിലും ഉദ്ദേശത്തോടെ തുടങ്ങുന്ന ഒരു സ്നേഹത്തിന് കഴിഞ്ഞതും വരുന്നതും ഒക്കെ ഓർമ്മയുണ്ടാവും. ഈ നിമിഷത്തെ ബഹുമാനിക്കുന്ന ബന്ധമാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമാവില്ല. ഷോർ, തലയിൽ തോന്നി എന്തോ ഒന്ന് ചോദിച്ചതിന് റിലീഫ് എനിക്കുണ്ട്. താൻ വിഷമിക്കാതെയും ദേഷ്യം പിടിക്കാതെ എന്നോട് സംസാരിച്ചല്ലോ, അതിന് താങ്ക്സ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാ പിന്നെ ദേഷ്യവും സങ്കടവും ഒക്കെ എന്തിനാ? കുട്ടിക്കാലം തൊട്ടേ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് നല്ല കട്ടിക്ക് കൂടെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ പറയാൻ ആരുമില്ല. പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിന് വയസ്സിനൊരു സ്ഥാനമില്ലെന്ന്. 30 വർഷത്തെ ജീവിതത്തിന്റെ ഇടയ്ക്ക് ഇപ്പൊ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. കേൾക്കുന്നവർക്കൊക്കെ ഇതൊരു ചെറിയ തമാശയായിട്ട് തോന്നും അല്ലേ? ചിലർക്കെല്ലാം തമാശയാണ്. അവരെ പറ്റി നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത് ഫ്രണ്ട്? എന്തു പറ്റി? നിന്നെപ്പോലെ നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് സിഹിക്കും കിട്ടിയതിന് ആരോട് താങ്ക്സ് പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. ചരണ്ടിക്ക് അന്ന് ഫയൽ തരാൻ വേണ്ടി അയാളല്ലേ തന്നെ അങ്ങോട്ട് വിട്ടത്? സിഹി വാ, ലേറ്റായി, നമുക്ക് പോവാം. വാ വേഗം വേഗം വാ. കൂടെ ആ പാർക്കിൽ നിൽക്കായിരുന്നു അല്ലേ? ഇനി വേഗം ഉറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ സ്കൂളിലേക്ക് ലേറ്റ് ആവില്ലേ? അതെ ഫ്രണ്ട്, നമുക്ക് ഇനി ഒരു വട്ടം കൂടി ഇങ്ങോട്ട് വരാം കേട്ടോ. മിസ് ഒക്കെ വിട്ടു പോകുന്നവർക്കല്ലേ. എന്റെ സിഹിമോളെ ഞാൻ അങ്ങനെ വിട്ടിട്ട് പോകില്ലല്ലോ. എന്ന് പറഞ്ഞാ നീ ഇനി എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവോ? ഇല്ല, എന്റെ മുത്തശ്ശനും മേമയൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും എനിക്ക് വേണ്ടി. ലേറ്റ് ആയില്ലേ? ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ എന്റെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ കാത്തിരിക്കുമല്ലോ, അതാ. ശരി മോളെ, അവൻ പാവൻ ലേറ്റ് ആവില്ലേ? അവൻ വേഗം വീട്ടിൽ പോക്കോട്ടെ കേട്ടോ. ശരി സീതമ്മ. ഇറ്റ്സ് ഓക്കെ, ഞാൻ നിങ്ങളെ വീട്ടിലാക്കിയിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ ഫ്രണ്ട്. കളിച്ചോണ്ടിരിക്കുമ്പോ എന്ത് ആക്റ്റീവ് ആണല്ലേ? പക്ഷെ ഓട്ടോയിൽ കേറിയ അപ്പൊ ഉറങ്ങാൻ തുടങ്ങും.
നോക്കി പതുക്കെ. ഏയ് എന്റെ കൈ. ഓ സോറി. ഇറ്റ്സ് ഓക്കെ. സീ മോളെ, എത്ര ഏട്ടാ? 100 രൂപ സാർ. ഇതാ. ഫ്രണ്ട്, ഹെലികോപ്റ്റർ വന്നോ? നമുക്ക് പോകണ്ടേ? പാവം, അവൾക്ക് ആഗ്രഹം കൊടുത്ത് പറ്റിച്ചില്ല ഞാൻ. അവൾ ഉറക്കത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ ഫീൽ ആവാൻ നിൽക്കണ്ട. എത്രയോ വട്ടം ഞാൻ മറന്നുപോയ കാര്യങ്ങള് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. കുട്ടികളുടെ തലയില് ഇതിനു മാത്രം സ്പേസ് എവിടുന്നാന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും പറയുന്നത് കേക്ക്. ഇവള് പറയുന്നതിനെല്ലാം മൂളാൻ നിൽക്കണ്ട. അവള് ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയാൻ എനിക്കും വിഷമം തന്നെയാ. വേറെ വഴിയില്ലല്ലോ. ഞാൻ എനിക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതങ്ങനെയല്ല. ജീവിതത്തിലൊന്നും ഇല്ലാത്തപ്പോഴും നമ്മൾ ജീവിതത്തോട് പൊരുത്തപ്പെടണം. അപ്പൊ എന്തവസ്ഥ ഉണ്ടായാലും നമ്മൾ രക്ഷപ്പെട്ടോളും. അത് ചെറിയ പ്രായം തൊട്ടേ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. ഇനി ഈ കാണുന്ന വീട് ഒഴിഞ്ഞു കൊടുക്കുന്നതാ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ആഡംബരമൊക്കെ എന്തിനാ? വീടെന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. നാളെ തന്നെ അഡ്വാൻസ് സാലറിക്ക് അപ്ലൈ ചെയ്യും. ബോസ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? റാം, നീ എന്താ ഇത്ര ഇന്നസെന്റ് ആയി പോയത്? എന്തു പറ്റി? ബോസ് ചിലപ്പോ എന്നെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാവും എന്ന് വിചാരിച്ച് അവിടെ പോയി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ലില്ല, ഹി വിൽ ടേക്ക് കെയർ. വേണ്ട റാം, അതൊന്നും ശരിയാവില്ല. ഞാൻ ഇപ്പോഴല്ലേ നിന്നോട് പറഞ്ഞത്, ജീവിതത്തില് ഒന്നുമില്ലാത്ത അവസ്ഥയിലും നമ്മൾ പൊരുത്തപ്പെടണം. ഞാനും പൊരുത്തപ്പെടും. എനിക്കിനി ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. വീട് ഒഴിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. എന്റെ രാമനുണ്ടല്ലോ, നോക്കിക്കോളും. എന്റെ രാമൻ. എന്തായാലും ലേറ്റ് ആയില്ലേ? നീ വിട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇത് അവൾക്ക് കൊടുക്കണേ. എടാ, അയ്യോ, എന്റെ ചെക്കൻ വളരെ സന്തോഷമുള്ളപ്പോഴേ എങ്ങനെ ചെയ്യാറ്. മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ മറ്റൊരാളെ സന്തോഷിക്കുന്ന കാണുന്നതാടാ. ആ കുഞ്ഞ് സന്തോഷിക്കുന്ന കണ്ടിട്ട് എന്റെ 2 കണ്ണും നിറഞ്ഞു പോയടാ. ദിസ് ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് ഡേ ഓഫ് മൈ ലൈഫ്. എന്തു ആവട്ടെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സീക്ക് അവളുടെ വീട് ഒരിക്കലും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ എന്നെ സഹായിച്ചേ പറ്റൂ. എടാ, ഇത് ഞാൻ നോർമൽ എംപ്ലോയി ആയതുകൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങളാ. ഒരുപക്ഷെ ഞാൻ ബോസ് ആയിരുന്നെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും എനിക്ക് കിട്ടാനേ പോകുന്നില്ല. 100% ഞാൻ ഈ ലൈഫ് മിസ് ചെയ്യുമായിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ കട്ടിയുള്ള റിലേഷൻഷിപ്പ് പോലെ ഉണ്ടല്ലോ. അല്ല, ഈ ബന്ധത്തിനൊരു പേര് വേണമല്ലോ എന്ന് കരുതി ഇപ്പോഴുള്ള ബന്ധം ഇല്ലാതാക്കണ്ട. യു നോ, ഐ ഹാഡ് എ ബാഡ് പാസ്റ്റ്. എന്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രണയം നടക്കുന്ന കാര്യമേ അല്ല. ഇപ്പൊ എനിക്ക് ഫ്രണ്ട്ഷിപ്പും ഈ കുട്ടികളെയൊക്കെ മതിയടാ. ആയിക്കോട്ടെ മോനെ ദേവദാസേ, നടക്ക്. ഞാൻ തമാശക്ക് കളിയാക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം ഇത്ര സീരിയസ് ആയിട്ട് എടുത്തോ? അപ്പൊ ഇത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല.
ശ്രദ്ധിക്ക അതൊക്കെ പൊട്ടിപ്പോവില്ലേ ശ്രദ്ധിക്ക എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സിതയ്യ, നിങ്ങൾ അങ്ങനെ അവന്റെ കൂടെ കളിച്ചോണ്ട് നിൽക്കുവാണോ? ഒന്ന് എടുത്തു വെച്ച് വേഗം. ഡാ, നിനക്കൊരു അവധി കിട്ടിയ നീ ഇങ്ങനെയാണോ? വെറും കളി 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 മാത്രം. നിനക്ക് ഹോംവർക്ക് ഒന്നുമില്ല ചെയ്യാൻ. എപ്പ നോക്കിയാലും നിന്റെ ഈ ഒരു നശിച്ച കളി മാത്രം. നോക്ക്, ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കാനാണെങ്കിലേ നിന്നെയും കൂട്ടി ഇതിന്റെ കൂടെ ഞാൻ പുറത്തേക്ക് അങ്ങ് വലിച്ചെറിയും. ഈ വീട്ടില് സമാധാനം ഉണ്ടാകണമെങ്കിൽ പുറത്തേക്ക് പോകേണ്ടത് ആ കുട്ടിയല്ല, നീയാ. പോടകത്തേക്ക്. കുടിയന്റെ വാക്കിന് പകൽ സമയത്ത് വില കാണില്ല. അപ്പോഴാ സത്യം എന്ന് പറയുന്നത് പകലും രാത്രി ഒന്നും നോക്കി വരുന്ന ഒന്നല്ല. നിന്നെ പോലെ മാറാൻ കഴിയില്ലെങ്കിൽ ജീവിക്കാനും കഴിയില്ല. നിന്റെ പോലെ മറ്റുള്ളവരുടെ നാശം കാണാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതം ചത്തതിന് തുല്യ. ചത്തു കഴിഞ്ഞ അങ്ങനെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ജീവിച്ചിരിക്കുമ്പോ എല്ലാം എന്റെ കയ്യിലുണ്ടാവണം, എന്റെ മുഷ്ടിക്കുള്ളിലുണ്ടായിരിക്കണം. മുഷ്ടി അങ്ങനെ കുറെ നേരം മുറുക്കി പിടിച്ച ജീവിതം കെണിയായി തീരും. സത്യോ, ഞാൻ മിണ്ടുന്നില്ലെന്ന് കരുതി നീ തിളക്കണ്ട. എന്റെ ക്ഷമ നശിച്ച എന്തോ ഉണ്ടാവാൻ അറിയാലോ. അറിയാം, നിന്റെ ക്ഷമ നഷ്ടപ്പെട്ട നീ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. സത്യോ, എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇന്നിവിടെ ഇത്ര ബഹളം ഭാർഗവി? അല്ല ഒന്നുമില്ല ചാ. സത്യോ, എന്തിന് ഇതുപോലുള്ള സാധനമൊക്കെ കുടിച്ചു വന്ന് വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കുന്നു? ചോദിക്കുന്ന കേട്ടില്ലേ? നടന്ന കാര്യങ്ങളിലൊക്കെ കാരണം എന്താന്ന് പറയട്ടെ ഞാൻ. എന്താ അവൻ പറയുന്നേ? മനസ്സിലാവുന്നില്ല ചാ. എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തൊക്കെയോ അല്ല, ഞാൻ പറയുന്നത് സത്യ. സത്യം എന്താണെന്നുള്ളത് ഇവിടെ സത്യമാമ, അപ്പോ രാമ, കുഴപ്പമൊന്നുമില്ല, അവനെ വിട്. നീ ഒരാള് കാരണം എന്തൊക്കെയാടാ ഈ വീട്ടിൽ നടക്കുന്നത്? എന്റെ മുന്നിൽ നിന്ന് പോടാ. ഓ മുത്തശ്ശ പ്ലീസ്. രാമ, നീ ഇവന് വേണ്ടി ഒന്നും പറയണ്ട. എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് വീട് ചെയ്ത് ഇവനായിട്ട് അതില്ലാണ്ടാക്കിയില്ലേ? മുത്തശ്ശ പ്ലീസ്, ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. രാമ, നീ ഇതിലൊന്നും ഇൻവോൾവ് ആകണ്ട. ഞാൻ നോക്കിക്കോളാം. അച്ഛാ, ഒരു കാരണവശാലും അച്ഛൻ നമ്മുടെ സത്യയെ ഒന്നും പറയാൻ നിൽക്കരുത് അച്ഛാ. ഈ വീട് തകർന്നു പോവും. എല്ലാവരുടെ മനസ്സും വളരെ തകർന്നു പോവും അച്ഛാ. ദയവ് ചെയ്ത് പറയരുത്. അതും അപ്പൊ ഇവിടെയുള്ളപ്പോ അച്ഛൻ അറിയാതെ പോലെ ഒന്നും പറയരുത്. അച്ഛന് എത്ര ദേഷ്യം തോന്നിയാലും അപ്പോ അവന്റെ ചെറിയച്ഛന് അവന്റെ കുഞ്ഞുനാള് മുതല് എങ്ങനെയാണോ സ്നേഹിച്ച് അതുപോലെ സ്നേഹിക്കട്ടെ. അവനൊരിക്കലും അവന്റെ ചെറിയച്ഛൻ കാരണം ഈ വീടിനുണ്ടായ ദോഷം ഒരിക്കലും അറിയരുത് അച്ഛാ. പ്ലീസ് പ്ലീസ് അച്ഛാ. നിന്റെ നന്മ ആലോചിച്ച് ഞാൻ എങ്ങനെയാ മോളെ പറയാ? എന്തോ ശാപം കിട്ടിയ പോലെ എല്ലാ വേദനകളും എന്റെ ഉള്ളിൽ തന്നെ കിടക്കണം. ഇതൊക്കെ എന്റെ വിധിയായിരിക്കും. അടങ്ങിയിരിക്കുമെന്ന് കരുതിയപ്പോ
വിഷം തുപ്പാൻ തുടങ്ങിയോടാ നീ സത്യോ. ചെറിയച്ച വാ ഞാൻ റൂമിൽ കൊണ്ടാക്കാം. എനിക്ക് ഒരു കുഴപ്പമില്ല രാമ. നീ ഉണ്ടല്ലോ, ചെറിയ കുട്ടിയായിരുന്നപ്പോ നീ ഓടിക്കളിക്കുമ്പോ ഞാൻ വീഴാതെ പിടിക്കാറില്ലേ, അതുപോലെ നീ എന്നെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയച്ച ഈ കുടിയൊക്കെ നിർത്തിക്കൂടെ നിങ്ങൾക്ക്? എത്ര തവണ പറഞ്ഞിട്ടും. രാമ, സമയം ഒരുപാടായി, നീ പൊയ്ക്കോ മോനെ. ചെറിയച്ച കുഴപ്പമില്ല രാമ, ഞാൻ കിടന്നു പോവാം. നീ ചെറിയച്ച അകത്ത് പോയി കിടക്ക പ്ലീസ്. വേണ്ട മോനെ, വേണ്ട. ഞാൻ കാരണം ആരും ഒരു കാരണവശാലും ബുദ്ധിമുട്ടാൻ പാടില്ല. ഈ സത്യ എപ്പം നോക്കിയാലും ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക്. ചെറിയച്ച എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതെല്ലാം ഈ കുടി കാരണമല്ലേ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ അത് പ്ലീസ്? ചെറിയച്ഛനെ എല്ലാരും ഒരു കുടിയനായിട്ടല്ലേ കാണുള്ളൂ. പക്ഷെ നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം. രാമ, രാമ, നീയുണ്ടല്ലോ വളരെ നല്ലവനാ രാമ. നിന്റെ അമ്മയെ പോലെ. നീ ഹാപ്പി ആയിട്ടിരിക്കണം, ഹാപ്പി ആയിരിക്കണം. ഞാൻ ഓരോന്ന് പറഞ്ഞ് നിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നില്ലടാ. അതെന്താണെന്ന് നിനക്കറിയോ? ജീവിതത്തിലെ വിശ്വാസം ഉണ്ടായിരിക്കണം, ഒരിക്കലും ഭയം ഉണ്ടാവാൻ പാടില്ല. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ എന്തിനാ വെറുതെ ഭയം ഉണ്ടാക്കുന്നത്? ചെറിയച്ഛൻ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഒന്നുമില്ല രാമ. നീ പോയിക്കോ, പോയിക്കോ. എനിക്കൊന്ന് കിടക്കണം, നീ പോയിക്കോ പ്ലീസ് രാമ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, ബൈ. എന്റെ രാമൻ ഹാപ്പി ആയിരിക്കണം. സാധാരണ മേമ പോയി ഉറങ്ങിക്കോളൂ. ചെറിയച്ഛനൊന്നും ഉറങ്ങിയ ശേഷം സിദ്ധയെയും കുട്ടി അകത്ത് കിടത്താം. ഓഫീസും ബിസിനസ്സും ഒക്കെ ശരിയാക്കാൻ വേണ്ടി നടന്നിട്ടിപ്പോ വീട്ടിലെ പ്രശ്നങ്ങൾ പോലും ശരിയാക്കാൻ പറ്റുന്നില്ലല്ലോ. ഓരോന്നോരോന്നായി എല്ലാം ശരിയാക്കണം. നീ ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലാവൂ. അപ്പോ നീ വെറുതെ വിഷമിക്കണ്ട. മേമ, അത് പിന്നെ എനിക്ക് മനസ്സിലായി. നിന്റെ ഉള്ളിലെ വിഷമം പോലെ എനിക്കുണ്ടൊരു സങ്കടം. ഈ വീട്ടില് ഒന്നും നേരെയല്ല, ഒരുപാട് കാര്യങ്ങൾ മാറ്റാനുണ്ടപ്പോ. നമുക്കെല്ലാം തന്നെ ഉണ്ടായിട്ടും ചിലപ്പോ ഒന്നും ഇല്ലെന്ന് തോന്നാറുണ്ട്. എല്ലാവരുടെ ഉള്ളിലും വിഷമങ്ങളും എന്തൊക്കെയോ സങ്കടങ്ങളുമാ. ഒരാളും മറ്റൊരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല. ഇത്രയും വർഷം എല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടടാ. പക്ഷേ ഐ തിങ്ക് ഐ ഫെയിൽ. ഇത് നിനക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നേ അപ്പോ? അതിനാണെന്ന് തോന്നുന്നു അച്ഛൻ നിന്നെ ഇത്രയധികം ഫോഴ്സ് ചെയ്ത് ഇവിടെ നിർത്താൻ നോക്കുന്നത്. ഇതുവരേക്കും അച്ഛൻ തന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിറവേറ്റിയിട്ടേ ഉള്ളൂ. പക്ഷെ നിന്റെ കാര്യത്തിൽ മാത്രം ഫെയിലായി പോയിടപ്പോ. ഇന്ന് വെച്ച് എനിക്കതോർത്ത് വിഷമൊന്നുമില്ല. അപ്പോ സന്തോഷേ ഉള്ളൂ. എന്താന്നറിയോ, നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തില്ലല്ലോ, അതുകൊണ്ടാ. അതാടാ സന്തോഷം. നിന്റെ കല്യാണം ഒന്നും നടക്കാൻ എത്ര നേർച്ച നടന്നതാടാ ഞാൻ. എന്ന് കരുതി നിന്റെ മനസ്സിനിണങ്ങാത്തൊരു പെൺകുട്ടിയെ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ എനിക്കും ഇഷ്ടമില്ല. അപ്പോ
നിന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ നീ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. മേമ, നീ നോക്ക്, അധികാരം കാണിക്കാന്ന് കരുതല്ലേ മോനെ. ഞാനീ പറയുന്നത് നമ്മുടെ വീടിന് വേണ്ടിയപ്പോ. നീ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെൺകുട്ടി ഈ വീട്ടിൽ കയറിയ തന്നെ ഈ വീടിന്റെ അവസ്ഥ മാറിക്കോളൂ അപ്പോ. പറയടാ, ആരാടാ അവള്? മേമ, സത്യമായിട്ടും ആരുമില്ല. ഓ, അപ്പൊ ആരുമില്ല. സാരമില്ല. മേമ, സത്യമായിട്ടും ആരുമില്ല. ഇഫ് ഇൻ കേസ് ഇഫ് ഐ ലൈക്ക് സംവൺ, ഞാനത് പറയാതിരിക്കോ? ഇറ്റ്സ് ഓക്കെ അപ്പോ, ലെറ്റ് ഇറ്റ് ബി. നിന്നോട് ഞാൻ വാശിയൊന്നും പിടിക്കില്ല. ഇനി ആകസ്മികമായി ഏതെങ്കിലും ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ വന്നാൽ എന്നോട് വന്ന് പറയണം, കേട്ടല്ലോ? ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ്. ഒരുപാട് ആലോചിക്കാൻ നിൽക്കണ്ട, റിലാക്സ്. അപ്പോ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ മറന്നുപോയി. സത്യയുടെ കാര്യം പറഞ്ഞ് ഇനി മേലെ നീ അച്ഛനോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, പ്ലീസ്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എപ്പോഴും നടക്കാറുള്ളതാ. ഞാൻ നിന്നോടൊന്നും പറയാറില്ലെന്നേ ഉള്ളൂ. അച്ഛനാണെങ്കില് സത്യയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോ തന്നെ BP കൂടുതലാവും. അവന്റെ കാര്യം എന്താണെങ്കിലും എന്നോട് വന്ന് പറഞ്ഞാ മതി. ഷോ മേമ. ആരാ റമി ഈ നേരത്ത്? നത്തിങ് ഇമ്പോർട്ടന്റ്. ഓഫീസിൽ നിന്നാ. ഓഫീസിന്ന് ഈ സമയത്ത് മറച്ചു വെക്കുന്നതാ. ഇവന്റെ ലൈഫിൽ ആരോ വന്നിട്ടുണ്ടെന്നുള്ളതിൽ സംശയമില്ല. ആരാണെന്ന് അവനായിട്ട് തന്നെ പറയണം. പറഞ്ഞോളൂ.